ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരിക്കുകയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാനിപ്പോ LLB ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ LLBനെ കുറിച്ച് അല്ലെങ്കിൽ LLBക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യാം. അതേപോലെ തന്നെ LLB ടഫ് ആണോ, അതേപോലെ തന്നെ ഈ മറ്റേന്താ കള്ളം പറഞ്ഞവർക്ക് വക്കീലാവാൻ പറ്റുമോ, അങ്ങനത്തെ കുറെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആൾക്കാർക്ക്. അപ്പോ അതേപോലെ തന്നെ ഈ ക്ലീ എൻട്രൻസിനും അതേപോലെ തന്നെ ലോ എൻട്രൻസിന് ചേരാൻ താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ അതാണ്. അപ്പൊ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാണ്, അതും എന്റെ ചാനൽ മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ ചാനൽ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്താം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് LLBക്ക് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ രണ്ട് രീതിക്ക് നിങ്ങൾക്ക് ചേരാൻ പറ്റും. ഒന്ന് വന്നിട്ട് നമ്മുടെ +2 കഴിഞ്ഞ പാടെ LLBക്ക് പോകാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഡിഗ്രി കഴിഞ്ഞിട്ട് LLBക്ക് പോകാനും പറ്റും. അപ്പോ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എൻട്രൻസുകളുണ്ട്. അപ്പൊ എൻട്രൻസിൽ വന്നിട്ട് ഒന്ന് വന്നിട്ട് ക്ലാറ്റ് ആണ്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്ലീ എൻട്രൻസ് എക്സാം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കുസാറ്റിന്റെ എൻട്രൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കേരള ലോ അക്കാഡമിന്റെ എൻട്രൻസ് ഉണ്ട്. അങ്ങനെ പല രീതിക്ക് നിങ്ങൾക്ക് LLBക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോ നമ്മളിപ്പോ 5 ഇയർ LLB, ഇപ്പോ നമ്മൾ +2 കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുന്നവർക്കാണ് ഈ 5 ഇയർ LLB വന്നിട്ട്. 3 ഇയർ LLB ആണെങ്കിൽ 3 വർഷത്തിന് LLB തീരുന്നെങ്കിൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് വരുന്നവരായിരിക്കും. അപ്പോ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ LLB ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ബെറ്റർ 5 ഇയർ LLBക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഈ 5 ഇയറിൽ തന്നെ നമ്മൾ LLBയും LLBന്റെ കൂടെ തന്നെ വേറൊരു ഡിഗ്രിയും കൂടി പഠിക്കുന്നുണ്ട്, ഇന്റഗ്രേറ്റഡ് കോഴ്സാണ്. മറ്റേതാണെങ്കിൽ നമ്മൾ 3 ഇയർ ഡിഗ്രി, അത് കഴിഞ്ഞ് വീണ്ടും 3 വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് 6 വർഷം ആയല്ലോ. ഇതെന്ന് പറയുമ്പോൾ 5 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് LLBയും കിട്ടി, അതിന് കൂടെ വേറൊരു ഡിഗ്രിയും കിട്ടും. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് തോന്നുന്നു 5 ഇയർ ഡിഗ്രി, നിങ്ങളിപ്പോ ഓൾറെഡി ഇപ്പൊ +2 കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ LLB ആണ് താല്പര്യം, അപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് പോകണോ അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് നേരിട്ട് പോകുന്നതാണോ നല്ലത്, സംശയമുള്ളവർക്കാണ് ഞാൻ പറഞ്ഞത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 5 ഇയർ ആയിരിക്കും. പിന്നെ വന്നിട്ട് ഏതൊക്കെ സ്ട്രീം ഗ്രൂപ്പിലുള്ളവർക്ക് LLBക്ക് ചേരാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്ട്രീമിലുള്ളവർക്കും +2 പാസ് ആവണമെന്നേ ഉള്ളൂ, ഏത് സ്ട്രീമിലുള്ളവർക്കും LLBക്ക് പോകാൻ പറ്റും. അപ്പൊ നമ്മുടെ ക്ലാറ്റ് എക്സാം വന്നിട്ട്, ക്ലാറ്റ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മളെ ഓൾ ഇന്ത്യ ലെവൽ നടത്തുന്ന ഒരു എക്സാം ആണ്. അപ്പൊ അതിൽ വന്നിട്ട് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ NLU അഥവാ നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ്, പിന്നെ അതേപോലെ തന്നെ നുവാൽസ് പോലെയുള്ള എന്താ പറയാ കോളേജിലോട്ടൊക്കെ അലോട്ട് ചെയ്യുന്നത് ഈ ക്ലാറ്റിന്റെ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ക്ലാറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ട് അല്ലാത്ത കോളേജുകളും, അതായത് NLU അല്ലാത്ത വേറെ ഒരുപാട് കോളേജുകളിൽ പിള്ളേരെ എടുക്കുന്നുണ്ട് ക്ലാറ്റ് സ്കോർ വെച്ചിട്ട്. അപ്പൊ ക്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാറ്റിന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഞാൻ അപ്ലൈ ചെയ്ത സമയത്തൊക്കെ ഏകദേശം 4000 രൂപ എന്തോ ആയിരുന്നു അതിന്റെ എക്സാം ഫീസ് വന്നിട്ട്. അപ്പോ എന്താ പറയാ, അപ്പൊ ക്ലാറ്റിന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മുടെ ക്ലീ എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ക്ലാറ്റിന്റെ ഫീസ് കുറച്ച് കൂടുതലാണ്. അപ്പൊ 4000 റുപ്പീസ് ആയിരുന്നു അന്ന് ഫീസ് വന്നിട്ട്. ഇനിയിപ്പോ ഫീസിന്റെ റേറ്റ് മാറിയോ ഏതാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മുടെ ക്ലീ ആണെങ്കിൽ കേരള ലോ എൻട്രൻസ് എക്സാം, അതാണെങ്കിൽ എന്താ പറയാ, അത് ഈ കേരളത്തിന്റെ അകത്ത് വരുന്ന കോളേജുകളിൽ എന്താ പറയാ പിള്ളേരെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് ആണ്. അപ്പോ ഇതിൽ ടോപ്പായിട്ട് റാങ്ക് വരുന്നവർക്ക് എന്താ പറയാ ഗവൺമെന്റ് ലോ കോളേജസിൽ അഡ്മിഷൻ കിട്ടും. അപ്പൊ ഗവൺമെന്റ് ലോ കോളേജ് എന്ന് പറയുമ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പൊ മൊത്തം 4 ഗവൺമെന്റ് ലോ കോളേജസ് ആണുള്ളത്. ഒന്ന് നമ്മുടെ എറണാകുളം, പിന്നെ നമ്മുടെ കോഴിക്കോട് ഉണ്ട്, അതേപോലെ തന്നെ തൃശ്ശൂരുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ടോപ്പ് സ്കോർ വരുന്നവർക്കായിരിക്കും എറണാകുളത്ത് കിട്ടണമെങ്കിൽ അത്രയും ടോപ്പ് സ്കോർ വേണ്ടവർക്കാണ് എറണാകുളത്ത് കിട്ടുക. പിന്നെ ഈ ഗവൺമെന്റ് ലോ കോളേജിൽ പഠിച്ചാലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് വന്നിട്ട് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വന്നിട്ട് ഫീസ് അവിടെ കുറവായിരിക്കും. ബാക്കി പ്രൈവറ്റ് ലോ കോളേജസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഫീസ് കുറവായിരിക്കും. പിന്നെ അതേപോലെ തന്നെ അവിടെ ക്യാമ്പസ് ലൈഫ്, പിന്നെ അതേപോലെ അടിച്ചുപൊളി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിരിക്കും. നല്ല രീതിക്ക് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ ഗവൺമെന്റ് ലോ കോളേജസിലാണെങ്കിലും. അപ്പോ എന്താ പറയാ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുസാറ്റ് ഉണ്ട്. കുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ കാറ്റ് എക്സാം ഉണ്ട്, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. അതുവഴി നിങ്ങൾക്ക് കുസാറ്റിലും LLB പെർസ്യൂ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കേരള ലോ അക്കാഡമി ഉണ്ട്. കേരള ലോ അക്കാഡമി വന്നിട്ട് നമ്മുടെ തിരുവനന്തപുരത്താണ്. അപ്പോൾ എനിക്ക് കേരള ലോ അക്കാഡമിന്റെ എൻട്രൻസിനെ കുറിച്ച് എനിക്ക് അധികം അറിയില്ല. അതിനൊരു എൻട്രൻസ് ഉണ്ട് എന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അവരുടെ സൈറ്റിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതിയോ. ക്ലീ എക്സാമിന്റെ സ്കോർസ് വെച്ചിട്ടും കേരള ലോ അക്കാഡമിയിൽ പിള്ളേരെ എടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. അത് കറക്റ്റ് ആണോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്ക് അത്ര ഷുവർ അല്ല.
പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വന്നിട്ട് എന്താ പറയുക പ്രൈവറ്റ് ലോ കോളേജസിലും കയറാൻ പറ്റും. ഇപ്പോ എന്താ പറയുക ഗവൺമെന്റ് ലോ കോളേജസിലൊക്കെ ഇത്ര സീറ്റേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ താഴെ റാങ്ക് വന്നവർക്കൊക്കെ കോളേജസിലും പഠിക്കാൻ പറ്റും. അപ്പൊ പ്രൈവറ്റ് ലോ കോളേജസിൽ പഠിക്കുമ്പോൾ ഒന്ന് നമ്മുടെ ക്ലീന്റെ സ്കോറിനനുസരിച്ച് പ്രൈവറ്റ് ലോ കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടും, മെറിറ്റ് സീറ്റിൽ കിട്ടും. ഇനി അല്ലാച്ചാൽ നിങ്ങൾക്ക് ഈ ഓരോ പ്രൈവറ്റ് ലോ കോളേജുകളും അവരുടേതായ എൻട്രൻസും കാര്യങ്ങളൊക്കെ നടത്തും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് മാനേജ്മെന്റ് സീറ്റിലും അവിടെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. വന്നിട്ട് നമ്മളിപ്പോ പറഞ്ഞിരുന്നു 5 year ഇന്റഗ്രേറ്റഡ് കോഴ്സ് വരുമ്പോൾ കൂടെ ഒരു ഡിഗ്രിയും കൂടിയും പേഴ്സ്യൂ ചെയ്യണം. അപ്പൊ ഈ ഡിഗ്രി എന്ന് പറയുമ്പോൾ BBA ആവാം, പിന്നെ അതേപോലെ തന്നെ BCom ആവാം, അതേപോലെ തന്നെ നമ്മുടെ BA ആവാം. അപ്പോ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഒക്കെ കീഴിലാണെങ്കിൽ BA ഇല്ല, BBA BCom ഉള്ളൂ. അപ്പോ അത് ഓരോ യൂണിവേഴ്സിറ്റിക്ക് അനുസരിച്ച് മാറും. ഇപ്പൊ നിങ്ങൾ ഈ റിസൾട്ട് ഒക്കെ വന്നിട്ട് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ BBA വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ BCom വേണം, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ BA വേണം എന്നൊക്കെയാണെങ്കിൽ നിങ്ങൾ അവിടെ ഉള്ള കോഴ്സ് ഇപ്പൊ 5 year ഇന്റഗ്രേറ്റഡ് കോഴ്സിന് അവര് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, BA ആണോ BBA ആണോ ഏത് ഡിഗ്രിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കി അതിനനുസരിച്ചുള്ള പ്രിഫറൻസ് പ്രകാരം കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ എന്നെ സംബന്ധിച്ചൊക്കെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ഡിഗ്രി തന്നെ വേണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ BBA BCom ഒക്കെ എടുക്കുന്നവര് കോമേഴ്സ് എടുക്കണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് കോമേഴ്സ് ഇപ്പൊ +1 +2 കോമേഴ്സ് ആണെങ്കിലുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ BCom ആണെങ്കിലും BBA ആണെങ്കിലും നമുക്ക് അക്കൗണ്ട്സും കാര്യങ്ങളും അക്കൗണ്ടൻസി ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കുറച്ചും കൂടി എന്താ പറയാ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ എന്ന് കരുതിയിട്ട് ഇപ്പൊ സയൻസ് എടുത്തു വിചാരിച്ചിട്ട് BCom അല്ലെങ്കിൽ BBA എടുക്കാൻ പറ്റില്ല ഒന്നുമില്ല. ഇപ്പൊ എന്റെ ക്ലാസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ മെജോറിറ്റി സ്റ്റുഡൻസ് സയൻസ് എടുത്തു വന്നവരാ, ഹ്യൂമാനിറ്റീസുകാരുണ്ട്. പക്ഷെ അവരൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ അത് പിന്നെ അവര് മറ്റേ LLBക്ക് ചേർന്നിട്ട് അവരെ പഠിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. മറ്റേതാണെങ്കിൽ നമുക്കൊരു എന്താ പറയാ കുറച്ചും കൂടി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോ അതങ്ങനെ. പിന്നെ വന്നിട്ട് നമ്മുടെ ഇപ്പൊ ക്ലാറ്റ് അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ഇങ്ങനത്തെ ലോ എൻട്രൻസ് എക്സാമിനൊക്കെ എന്തൊക്കെയാണ് ചോദിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും, പിന്നെ അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കുകൾ ഉണ്ടായിരിക്കും, ലോജിക്കൽ റീസണിങ് ഉണ്ടായിരിക്കും, ലീഗൽ റീസണിങ് ഉണ്ടായിരിക്കും, പിന്നെ അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, GK ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് വന്നിട്ട് ഇപ്പൊ ഓരോ പ്രാവശ്യത്തെ എക്സാമിനനുസരിച്ച് ചിലപ്പോൾ സിലബസിൽ എന്തെങ്കിലും മാറ്റമൊക്കെ വരുന്നുണ്ടാവും. അപ്പൊ മെയിൻ ആയിട്ട് ഈ സംഭവങ്ങളൊക്കെയാണ് വരിക. പിന്നെ വന്നിട്ട് നമ്മൾ LLBക്ക് എൻട്രൻസ് എഴുതുന്ന സമയത്ത് കോച്ചിങ് എടുക്കണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോച്ചിങ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം കോച്ചിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ബുക്ക് വാങ്ങി, കോച്ചിങ് ഒന്നും എടുത്തില്ല, ഞാൻ ബുക്ക് വാങ്ങി ബുക്ക് നോക്കി പഠിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചത്തുകുത്തി പഠിച്ചിട്ടൊന്നുമില്ല. എൻ്റെ മൈൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായാലും ഗവൺമെന്റ് ലോ കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടും എന്നുള്ള ഒരു അഹങ്കാരത്തിലും ഒരു അഹംഭാവത്തിലും ആയിരുന്നു ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങനെ കാര്യമായിട്ട് പഠിക്കുന്നുണ്ടോ ചോദിച്ചാൽ പഠിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് GK ഒന്നാമത് ഞാൻ GKയിൽ അത്യാവശ്യം വീക്കാണ്. അപ്പൊ അതുകൊണ്ട് GK പിന്നെ കുറച്ച് മാർക്കിനേ ഉള്ളൂ. GK വല്ലാണ്ട് ഇത് ഞാൻ പഠിച്ചിട്ടില്ല, ഉള്ളത് പറയാലോ, വല്ലാണ്ട് ഇത് പഠിച്ചില്ല. പിന്നെ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും ലോജിക്കൽ റീസണിങ്, ലീഗൽ റീസണിങ്, ഇംഗ്ലീഷ് പിന്നെ അത്യാവശ്യം ലാംഗ്വേജ് ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷ് നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അതെ, എന്റെ എക്സാം എഴുതി കഴിഞ്ഞിട്ടും എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു. അതായത് എനിക്ക് എന്താ പറയാ ഗവൺമെന്റ് ലോ കോളേജിൽ കിട്ടും. എന്നിട്ട് ഞാനിങ്ങനെ ഏത് ഗവൺമെന്റ് ലോ കോളേജ് പോകണം, കോഴിക്കോട് പോകണോ, തൃശ്ശൂരിൽ പോകണോ, അത് എറണാകുളം പോകണം, അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ച് കുത്തിരുന്ന ആളാണ്. എനിക്ക് അത്ര അന്തണ്ടായിരുന്നില്ല. പിന്നെയാണ് എനിക്ക് റിസൾട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒന്നുമല്ല, നല്ല പഠിക്കുന്ന ഇഷ്ടം പോലെ ഭയങ്കര കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ ഏറ്റവും നല്ലത് കോച്ചിങ്. ഇപ്പൊ നമുക്ക് പല സ്ഥലത്തും കോച്ചിങ്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥലത്തും LLB കോച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും. അത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ബുക്ക് നോക്കിയൊക്കെ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ നോക്കി വീഡിയോസ് നോക്കിയിട്ട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് പഠിക്കാൻ പറ്റും എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മള് എൻട്രൻസ് അല്ലെങ്കിൽ ക്ലാറ്റൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ സെറ്റാണ്. കാരണം ക്ലാറ്റൊക്കെ നല്ല റാങ്ക് കിട്ടി വല്ല NLUലൊക്കെ പഠിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലാറ്റ് ഇങ്ങനത്തെ ലോ എൻട്രൻസ് എക്സാമുകൾ, അതേപോലെ തന്നെ ഇപ്പൊ കുസാറ്റിന്റെ എക്സാം ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ലോ എൻട്രൻസ് എക്സാം എഴുതുന്ന സമയത്തും നിങ്ങൾ ചത്തുകുത്തി പഠിക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് പിന്നെ എന്റെ അഹംഭാവം കൊണ്ടായിരിക്കും എനിക്ക് ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 1003 റാങ്ക്. ഞാൻ 300, 200 ഒക്കെ റാങ്ക് സ്വപ്നം കണ്ട എനിക്ക് വന്ന റാങ്ക് 1003.
അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ മണ്ടത്തരം ആരും ചെയ്യാണ്ടിരിക്കുക. അപ്പൊ എല്ലാവരും നല്ലപോലെ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ പറ്റുമെങ്കിൽ കോച്ചിങ് ഒക്കെ എടുത്ത് നല്ല രീതിക്ക് പഠിച്ചിട്ട് എക്സാം എഴുതാൻ ശ്രമിക്കാം. പിന്നെ വന്നിട്ട് നമ്മുടെ ക്ലാറ്റില് 120 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. 120 ക്വസ്റ്റ്യനിൽ റൈറ്റ് ആൻസറിനാണെങ്കിൽ 1 മാർക്ക്. ഇനിയിപ്പോ നമ്മള് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, 0.25 നെഗറ്റീവ് മാർക്കിംഗ് പോകും. നമ്മളിപ്പോ റോങ് ആൻസർ ആണ് എഴുതിയതെങ്കിൽ 20 മിനിറ്റ് ആണ് നമുക്ക് ടൈം വരുന്നത്. എക്സാം അറ്റൻഡ് ചെയ്ത് തീർക്കാനുള്ള നമ്മുടെ മാക്സിമം ടൈം. എൻട്രൻസിലാണെങ്കിൽ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ ഈ പറഞ്ഞ പോലെ ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ 1 മാർക്കും, പിന്നെ തെറ്റാണെങ്കിൽ 0.25 അവർ കുറയ്ക്കും. ഇനിയിപ്പോ ഇതിൽ എന്തെങ്കിലും ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ ക്ലിയർ എഴുതിയത് കുറെ കാലം മുന്നേ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് സൈറ്റിലൊക്കെ നോക്കുക. പിന്നെ സൈറ്റിൽ ഈ പറയുന്ന പോലെ എക്സാം ഒക്കെ വിളിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു മെയ് ജൂൺ ആ ടൈമില് മെയ് ജൂൺ ആ ഒരു ടൈമിൽ എന്തോ ആണ് ക്ലിയും ക്ലാറ്റൊക്കെ വിളിക്കുക. ഇനിയിപ്പോ ഇപ്പോഴും അതിന് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. നിങ്ങൾ എന്തായാലും അതിന്റെ സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് എന്തായാലും നന്നായിരിക്കും. പിന്നെ LLB ടഫ് ആണോ ചോദിക്കുന്നവർക്ക്, അപ്പൊ എല്ലാ സബ്ജക്ട്സിനും അതിൻ്റെതായ ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കും. പിന്നെ LLB എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷണൽ ഡിഗ്രി ആയതുകൊണ്ട് അതിൻ്റെതായ സീരിയസ്നെസ്സും അതിൻ്റെതായ രീതിക്ക് പഠിക്കാനുണ്ടാവും. പക്ഷെ എന്ന് കരുതി ഇപ്പൊ കുത്തിയിരുന്ന് പഠിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ നമുക്കിപ്പോൾ എന്താ പറയാ, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്ത് പഠിക്കാം, അതേപോലെ ഗൈഡ് യൂസ് ചെയ്ത് പഠിക്കുന്നവരും ഉണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് നമുക്ക് ഈ ഗൈഡിൽ ഇപ്പൊ അനിൽ കെ നായർ ഗൈഡൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഗൈഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പഠിക്കാറ്. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുന്നവരും ഉണ്ട്. അപ്പോൾ LLB പാസ്സാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഗൈഡും കാര്യങ്ങളൊക്കെ വെച്ച് പഠിച്ചാൽ മതി. അല്ല ഇനിയിപ്പോ നല്ല മാർക്ക് വാങ്ങണം, നല്ല എന്താ പറയാ റാങ്ക് വാങ്ങണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് പഠിക്കേണ്ടി വരും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ LLBയിൽ ഇപ്പോ നമ്മളിപ്പോ 5 ഇയർ കോഴ്സ് ആണെങ്കിൽ മൊത്തം 10 സെമസ്റ്റർ ആയിരിക്കും. ഓരോ സെമസ്റ്ററിൽ ഏകദേശം 6 പേപ്പർ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്താ പറയാ അതിലിപ്പോ ചില പേപ്പറുകൾ നമുക്ക് എന്താ പറയാ ഇഷ്ടപ്പെടുന്ന പേപ്പേഴ്സ് ഉണ്ട്. അതിനും കണ്ട് ചില പേപ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാ ഒട്ടും ഇഷ്ടപ്പെടാത്ത സബ്ജക്ട്, ഇപ്പൊ ജൂറിസ്പ്രുഡൻസ് ഒക്കെ പറഞ്ഞ പേപ്പറുകൾ ഉണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് തലയിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ടാസ്ക് പിടിച്ച ഒരു പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ അതിനനുസരിച്ചായിരിക്കും ഇപ്പൊ ചില പേപ്പർ. പിന്നെ ചിലപ്പോൾ നമ്മളിപ്പോ മാർക്കൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നല്ല മാർക്ക് കിട്ടുന്ന പ്രതീക്ഷ പേപ്പർ നമുക്ക് ഒരു തേങ്ങയും കിട്ടിയിട്ടുണ്ടാവില്ല. അതിനും കണ്ട് നമ്മളിപ്പോ എന്താ പറയാ ടഫ് ആയിരുന്നു, ഒട്ടും മാർക്ക് ഉണ്ടാവില്ല, പൊട്ടെന്നൊക്കെ വിചാരിച്ച പേപ്പറിൽ ചിലപ്പോൾ നല്ല മാർക്കും കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ പാസ് മാർക്ക് വന്നിട്ട് 50 മാർക്കാണ് പാസ്. അത് ഇന്റേണൽ മാർക്കും എക്സ്റ്റേണൽ മാർക്കും കൂടി കൂട്ടിയിട്ടാണ് 50 വരുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മളിപ്പോ ഒരു മാർക്കിനൊക്കെ ആയിരിക്കും നമ്മൾ ഫെയിൽ ആയിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെയും വരാം. അപ്പൊ ടഫ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ ടഫ് ഉണ്ട്, അഥവാ അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ ഇൻട്രസ്റ്റ് വെച്ച് പഠിക്കുകയാണെങ്കിൽ ഓക്കെയാണ്, വലിയ കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റും. പിന്നെ വന്നിട്ട് നമുക്ക് മൂട്ട് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഇന്റേൺഷിപ്പ് ഉണ്ടായിരിക്കും, അങ്ങനെ പലതരത്തിലുള്ള സെമിനാർ ഉണ്ടായിരിക്കും, പ്രസന്റേഷൻ ഉണ്ടായിരിക്കും, അങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ അതിൻ്റെതായ ഒരു രീതിക്ക് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇന്റേണൽ എന്ന് പറയുമ്പോൾ ഇന്റേണൽ എക്സാംസ് ഉണ്ടായിരിക്കും, അസൈൻമെന്റ് ഉണ്ടായിരിക്കും, പ്രസന്റേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പക്കായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ റെക്കോർഡ് വെക്കേണ്ട സബ്ജക്റ്റുകൾ, പ്രാക്ടിക്കൽ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് LLB പാസ്സായിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഏകദേശം ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.